ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീമീസ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂരാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മണ്ണാർക്കാട് വഴിയിലാണ്, അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരം കടന്ന് പോകണം. എന്നിട്ട് നമുക്ക് പാലക്കാട് പോയിട്ട് കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചു. ഒരാവശ്യത്തിനാണ് ഇപ്പോൾ ഈ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് കോയമ്പത്തൂർ റൂട്ടിൽ നേരിട്ട് അങ്ങനെയും പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരാവശ്യത്തിനായിട്ട് ഈ വഴി പോവുകയാണ് ഗൈസ്. അപ്പോൾ മോൾക്ക് 2-3 ദിവസം ലീവുണ്ട്. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു. പിന്നെ നല്ല കോടയാണ് കേട്ടോ. ഈ റൂട്ടിൽ ഇങ്ങനെ മൂടി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വണ്ടികളൊക്കെ പോണേ. അപ്പോൾ ഈ റോഡിൽ മിക്ക ആൾക്കാരും സൂക്ഷിച്ചാണ് എല്ലാവരും പോകുന്നത് കേട്ടോ. പേടിയുണ്ട് ചുരം റോഡിൽ പോകുമ്പോൾ. അങ്ങനെ മഞ്ഞ് മൂടി കിടക്കായിരുന്നു. നല്ല രസമായിരുന്നു കാണുമ്പോഴൊക്കെ. പക്ഷെ എന്നാലും ചെറിയൊരു പേടിയുണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കല്ലൊക്കെ ഉരുണ്ടു വരും, മരങ്ങളൊക്കെ അങ്ങനെ മുറിഞ്ഞു വീഴും. അങ്ങനത്തെ ഒരു പേടിയുണ്ട് ഈ റോട്ടിൽ പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ റോട്ടിൽ പോകുന്നവർ സേഫ്റ്റി ആയിട്ട് പോവുക, ശ്രദ്ധിച്ച് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ ചുരം റോഡ് പകുതി എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് ഇവിടെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ലോണം ഉണ്ടാവും കേട്ടോ. ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് കുറയാറുണ്ട്. നല്ല മഴ പെയ്യുമ്പോൾ നല്ലോണം ഉണ്ടാവും. നല്ല രസമാണ്. വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇവിടെ വന്നിട്ട്. ഫോട്ടോ എടുക്കുന്നവരും എടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വേണം. പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. നല്ല വളവുള്ള റോഡാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ നേരെ പോകാൻ വിചാരിച്ചു. അപ്പോൾ റോഡ് പറ്റം മോശമായിരുന്നു കേട്ടോ. റെഡിയാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പേഷ്യൻറ്റിനൊക്കെ നമ്മളിങ്ങനെ ആശുപത്രിയൊക്കെ വിളിച്ചിട്ട് വരും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഈ റോഡിലൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാനും വരാനൊക്കെ. പണി നടക്കുന്നുണ്ട് ഏതായാലും. ഞങ്ങൾ തെങ്കര എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ മണ്ണാർക്കാട് ഞങ്ങൾ ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് മണ്ണാർക്കാട് നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഏതായാലും നമ്മൾ പാലക്കാട് റോഡ് പോകുമ്പോൾ കഴിക്കാമെന്ന്. തട്ടുകട ഉണ്ടാവും, അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ തട്ടുകടയിൽ കയറിയിട്ട്. അപ്പോൾ ചേട്ടനെ അറിയുന്ന തട്ടുകടയുണ്ട്, അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാലക്കാട് റോഡിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. മുണ്ടൂർ എന്ന സ്ഥലത്ത് അവിടെ ഒരു തട്ടുകടയുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പോയി കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നാടൻ ഭക്ഷണമാണ്. അവിടെ മലമ്പുഴ ഡാം ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഫ്രൈയും പിന്നെ നമ്മൾ ഈ ചില്ലിയൊക്കെ ഇട്ട് തരും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുണ്ടൂർ ഭാഗത്ത് പാലക്കാട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡാണ് കേട്ടോ ആ കട. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഗൈസ്. നല്ല നാടൻ ഭക്ഷണമാണ്. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സൈഡാക്കി നിർത്തിയിട്ട് വന്ന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. കട നല്ല കടയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കയറി നോക്കാം. ഇതാണ് മലമ്പുഴ ഡാം മീൻ ഫ്രൈ. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡ് ബോർഡ് ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ആണ് മലമ്പുഴ ഡാം മീനാണ്. ചില്ലി ഉണ്ട്, പിന്നെ നല്ല കരിമീൻ വറുത്തതുണ്ട്, എല്ലാതരം മീനും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, അപ്പുറത്ത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഫിഷ് ഫ്രൈയും. ഞങ്ങൾ പറഞ്ഞ ഫിഷ് ഫ്രൈ ആണ് ഇപ്പോൾ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 കരിമീനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ചില്ലി പ്ലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അവർ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകിയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആൾക്കാർ നല്ല സ്വഭാവം കേട്ടോ, നല്ല സ്നേഹമുള്ളവരാണ്. അപ്പോൾ ഭക്ഷണം നല്ല എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാർ നല്ല ടേസ്റ്റാണ്, കറികൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ കറിയും സാമ്പാറും രസം എല്ലാതരം കറികളുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ കഴിക്കാറുണ്ട്. വേണ്ട കറികളും ചോറും നമ്മൾ ചോദിക്കാതെ തന്നെ കൊണ്ടുതരും. നമുക്ക് നല്ലോണം
തൃപ്തിയോടെ കഴിച്ച് വരാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറികളാണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഡയറ്റിലായിരുന്നു ഓൾറെഡി. അപ്പോൾ അന്നൊരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്, അവരോട് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരിലേക്ക് തിരിക്കുകയാണ് വണ്ടി. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തൊന്ന് മാറ്റി നിർത്തിയതായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് വേണം ഇനി പോകാൻ. മോൾക്ക് 3-3:30 ആകുമ്പോൾ ക്ലാസ് വിടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ നമ്മളേതായാലും ഫ്രണ്ട്സിൻ്റെ അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ട്രാഫിക് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് അധികം ട്രാഫിക് ഇല്ലാതെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നേരെ കോളേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ റോഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്ട്രൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ തന്നെ പോയി നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു. നല്ല നെൽപ്പാടൊക്കെ ഉണ്ടായിരുന്നു, കൃഷിയുടെ നല്ല രസമായിരുന്നു. എനിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി കൂർക്ക കൃഷിയും പിന്നെ ബാക്കിയുള്ളതൊക്കെ നെൽപ്പാടാണ് കേട്ടോ. നെൽകൃഷിയും ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ വീഡിയോ എടുത്തിട്ട് നേരെ പോവുകയാണ് ഗൈസ്. 3:30 വരേക്ക് വെയിറ്റ് ചെയ്യണം അവിടെ പോയാൽ. അപ്പോൾ വീഡിയോ എടുത്ത് മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞ മോള്. അപ്പോൾ ആ സമയം വരേക്ക് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. പുഴയൊക്കെ കണ്ടു ഗൈസ്. അപ്പോൾ പാലത്തിൻ്റെ അതിൽ ഞങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ പുഴയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വണ്ടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു മയിലിങ്ങനെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് അങ്ങനെ വീഡിയോ എടുത്താണ് ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോള് ഒരു 3-3:30 ആകുമ്പോൾ വിടുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ 3:30 കറക്റ്റായിട്ട് എത്തി ഗൈസ്. അപ്പോൾ മോള് ഫോൺ വിളിച്ചപ്പോൾ നേരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ ഓഫീസിലൊക്കെ പോയിട്ട് നേരെ അങ്ങനെ കോളേജിൽ കയറി. അപ്പോൾ മോള് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ. ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്താണ് ഗൈസ്. മുമ്പിൽ ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്താണ്. അപ്പോൾ മോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് മോളെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവൾ ഫ്രണ്ട്സിനൊക്കെ കണ്ട് സംസാരിച്ചിട്ട് അവരും ഒന്ന് പോകും. ഒരാൾ തൃശ്ശൂർ, ഒരാൾ എറണാകുളം, അങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരും ഇന്ന് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം പറഞ്ഞ് മോളെ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് ബേക്കറി കയറിയിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ട്. അവൾ ഒരു ഓർലക്സും ഞങ്ങൾ 2 ബൂസ്റ്റാണ് കുടിച്ചത്. അങ്ങനെ 2 ഉരുളക്കിഴങ്ങ് ബോണ്ടയും കഴിച്ചു. പിന്നെ മുളക് ബജിയും കഴിച്ചു ഗൈസ്. അങ്ങനെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സബോള 4 കിലോ 100 രൂപ എന്നുകൊണ്ട് വിലക്കുറവ് ഉണ്ടായിരുന്നു, അത് മേടിച്ചു. വെളുത്തുള്ളിയും മേടിച്ചു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് ഇട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ആനകരി 2 ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.